ഹമാസ് ഭീകരസംഘടനയിൽ അംഗങ്ങളായ അച്ഛനും മകനും ഒക്ടോബർ 7-ലെ ഭീകരാക്രമണത്തിനിടെ ഇസ്രായേലി വനിതയെ മാറി മാനഭംഗപ്പെടുത്തിയെന്ന് സമ്മതിക്കുന്ന ഞെട്ടിക്കുന്ന വീഡിയോ പുറത്തുവന്നു. ഗാസയിൽ നിന്ന് പിടികൂടിയ ഇരുവരെയും ഇസ്രായേലി സേന ചോദ്യം ചെയ്യുമ്പോൾ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ ആണിത്. 47-കാരനായ ജമാൽ ഹുസൈൻ അഹമ്മദ് റാദി, 18-കാരനായ മകൻ അബ്ദുള്ള എന്നിവരെ മാർച്ചിലാണ് ഇസ്രായേലി സേന പിടികൂടിയത്. ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേലിൽ ഭീകരാക്രമണത്തിൽ പങ്കെടുക്കുന്നതിനിടെ ഒരു വീട്ടിൽ നിന്ന് വനിതയുടെ നിലവിളി കേട്ടതായി ജമാൽ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. മാനഭംഗപ്പെടുത്തിയതിനു ശേഷം ഇസ്രായേലി വനിതയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ലെന്നും ജമാൽ പറഞ്ഞു. എന്നാൽ അച്ഛൻ ആ സ്ത്രീയെ കൊലപ്പെടുത്തിയതായി മകൻ അബ്ദുള്ള അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. എന്റെ അച്ഛൻ അവളെ മാനഭംഗപ്പെടുത്തി, പിന്നെ ഞാനും എന്റെ കസിനും. പിന്നീട് ഞങ്ങൾ പുറത്തിറങ്ങി. അതിനുശേഷം അച്ഛൻ അവളെ വധിച്ചു. മറ്റു വീടുകളിൽ കണ്ടവരെ മാനഭംഗപ്പെടുത്തുകയോ തട്ടിക്കൊണ്ടുപോവുകയോ ചെയ്തതായും ജമാൽ സമ്മതിച്ചു. ഭീകരാക്രമണത്തിനിടെ ഹമാസ് ഭീകരർ ഇസ്രായേലി വനിതാ സൈനികരെ തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. നിന്ദ്യവും ക്രൂരവുമായ പീഡനങ്ങൾക്കാണ് വനിതാ സൈനികർ ഇരയായത്. أبوك أولا ثم أنا ثم أحمد وحسن. بعدين احنا طلعنا، أنا طلعت قبل أبوي وحسن، طلعت أنا وأحمد. ايوه بعد ما عرفت الصفحة شو؟ طلعنا. بيت شو؟ طلعنا من البيت. بس هي ضلت عايشة؟ لا أبوي قتلها بعد ما هو قال لي بعد ما طلعنا احنا قال لي قتلناها. طبعا طلعت لقيت مستوطن متخبي بالشجر.